ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കോൺഫിഡൻ്റ് ഐറ്റം ഉണ്ടാവില്ലേ, എൻ്റെ ഒരു കോൺഫിഡൻ്റ് ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ചിക്കൻ റെസിപ്പി. ഞാൻ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയാണ്, പക്ഷേ നല്ല കിടിലൻ ടേസ്റ്റാണ്. ചിക്കൻ 65ൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഉപ്പും ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഞാനിവിടെ ഗരം മസാല ഇല്ലാത്തതുകൊണ്ടാണ് അത് ചേർത്തത്. പിന്നെ പെരുംജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മസാല, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കുക. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് 1 സ്പൂണ് അരിപ്പൊടി, 2 സ്പൂണ് കോൺഫ്ലവർ ഇത് ചേർത്തിട്ട് നന്നായിട്ട് അത് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അതിലേക്ക് ഓയിൽ നല്ലവണ്ണം ചൂടാവണം. ആ ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടാണ് ഞങ്ങളിവിടെ ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് ഉണ്ടാക്കിയതിന് ശേഷം അത് നമുക്ക് ഓരോ ചിക്കൻ ഫ്രൈ ആയിട്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റേ. പിന്നെ അതിൻ്റെ അവസാനം നമ്മൾ കുറച്ച് കരിവേപ്പില, തൊലി കളയാത്ത വെളുത്തുള്ളി, പച്ചമുളക് കീറിയത് അത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം നല്ലൊരു സ്മെല്ല് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.